ക്ലിയർ ആയില്ല? 10,000 രൂപ അല്ലെ? അപ്പൊ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് മാസം ലഭിക്കുന്ന തുക 10,000. അപ്പൊ ഒരു വർഷം എത്രയും 1,20,000 രൂപ. എത്ര ഇൻവെസ്റ്റ് ചെയ്തു? 1,00,000. ലാഭം എത്ര കിട്ടി? 20,000. ഇങ്ങനെ അപ്പൊ നമ്മള് ഇറക്കിയ പൈസ ഒരു കൊല്ലം പോരുകയും ചെയ്ത് ബാക്കി പൈസ അവിടെ കിടന്ന് പെരുകട്ടെ അല്ലെ? നിങ്ങള് ചിലവരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ദൈവം നീതിമാനല്ല. കാരണം ദൈവം ഉള്ളവന് പിന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഇല്ലാത്തവന് ദൈവം കൊടുക്കുന്നില്ല. പറഞ്ഞിട്ടില്ല നിങ്ങൾ അല്ലെ? ഉള്ളവന് ദൈവം വാരിക്കോരി കൊടുക്കുക, ഇല്ലാത്ത നമ്മൾക്ക് എന്താ തരാത്തെ? നോ. ആ ഉള്ളവര് ആ പണത്തെ വീണ്ടും വീണ്ടും ഇരട്ടിപ്പിക്കാൻ അറിയാം. നമുക്ക് എന്തറിയില്ല? പണം കുറച്ചുണ്ടാക്കാൻ അറിയാം, അത് ചെലവാക്കാൻ അറിയാം. നമുക്ക് എന്തറിയില്ല? കൂടുതൽ ഉണ്ടാക്കാൻ അറിയില്ല, അത് ഇരട്ടിപ്പിക്കാൻ അറിയില്ല. യെസ് ഓർ നോ? ഇതെല്ലാം പ്രശ്നം നമ്മുടെ അല്ലെ? ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ അതിന് ഇപ്പൊ ഇത് നിങ്ങളുടെ മുമ്പിൽ വഴി കിട്ടും അല്ലെ? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു കോട്ടേജ് റെഡി ക്യാഷിൽ വാങ്ങാം, അല്ലെങ്കിൽ ഓപ്ഷൻ നമ്പർ 2 1,00,000 2,00,000 10,00,000 കൊടുത്ത് ഇതിനൊരു പാർട്ട്ണർ ആകാം. അല്ലെങ്കിലോ 5 സെന്റ് ഭൂമി 15 ലക്ഷം കൊടുത്ത് റെഡി ക്യാഷ് എടുക്കാം. ഇല്ലെങ്കിലോ 15,000 രൂപ EMI എടുത്തും നിങ്ങൾക്ക് ഇത് വാങ്ങാം. ഇത് 4 ഓപ്ഷൻസും പൈസ കയ്യിൽ വേണം അല്ലേ? ഇനി അടുത്ത ഓപ്ഷൻ, ഇത് വാങ്ങാൻ നിങ്ങളുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ അങ്ങനത്തെ ആരെങ്കിലും കൂടി ഉണ്ടാ? 1,00,000 രൂപ കയ്യിലില്ല, ഞാൻ എന്ത് ചെയ്യാനാണ്? സംഭവമൊക്കെ നന്നായിട്ടുണ്ട് അല്ലേ? 15,000 EMI അടക്കാൻ പറ്റും മാസം? നോ, അതിന് വഴിയില്ല. അങ്ങനത്തെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പരിഹാരം പറഞ്ഞുതരാം. ഇല്ല? യെസ്. അപ്പോ 15,000 രൂപ EMI, അത് ഡെയിലി 5 രൂപ മാറ്റി വെക്കാനില്ല, 1,00,000 രൂപ എടുക്കാനുമില്ല. പക്ഷെ സംഭവം നല്ലത് അല്ലെ? അതല്ല സംഭവം നന്നായിട്ടുണ്ട്. അപ്പൊ പറയണത് ഇక ഒരൊറ്റ കാര്യം ചെയ്യാൻ, ഇതിന് എത്ര രൂപ പറഞ്ഞ്? റെഡി ക്യാഷ് 60 ലക്ഷം രൂപ. ഒറ്റ കാര്യം ചെയ്യാനുള്ള, വിൽക്കാൻ തയ്യാറാണ്. എന്ത്? നിലവില് ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന വീടും പറമ്പും വിൽക്കാം. നടക്കൂല അല്ലേ? അത് നടക്കൂല. ഇക്ക അന്ന് നിങ്ങൾ കാര്യം ചെയ്യും, നിലവില് ഞങ്ങളുടെ കോട്ടേജ് വിറ്റതാ. അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞ് വീടും പറമ്പ് വിൽക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു? ഞങ്ങളെ കോട്ടേജ് വിറ്റു. കാരണം ഒരു കോട്ടേജ് വിറ്റാല് നിങ്ങൾക്ക് കിട്ടുന്നത് ലക്ഷങ്ങളാണ്, ലക്ഷങ്ങൾ. കാരണം നിങ്ങളറിയാം, ഇതേപോലത്തെ പല കമ്പനികളും വന്നിട്ടുണ്ട്. പക്ഷേ ഈ കമ്പനികളൊന്നും നിലനിന്നിട്ടില്ല അല്ലെ? വലിയ വാഗ്ദാനങ്ങളൊക്കെ വരും, കുറച്ച് കഴിയുമ്പോഴോ അനിക്സ്പേയുടെ പരസ്യം പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കുക അല്ലെ? ഇതേപോലെ ആവാൻ സാധ്യതയുണ്ട് ഞങ്ങളുടെ കമ്പനി. പക്ഷേ ഞങ്ങൾ നോക്കിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒരു കമ്പനിയുടെ നിലനിൽക്കണമെങ്കിൽ 3 സ്ഥലം ശക്തമായിരിക്കണം. ഒന്ന്, ഇത് വാങ്ങുന്ന കസ്റ്റമർക്ക് ലാഭം കിട്ടണം, ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങും, ഇല്ലെങ്കിൽ എപ്പോ വന്ന് വീട്ടിൽ വന്ന് തെറി പറഞ്ഞു ചോദിച്ചാൽ അല്ലെ? 2, ഇത് വിൽക്കുന്ന സെല്ലേഴ്സിന് ലാഭം കിട്ടണം. 3, വിൽക്കുന്ന കമ്പനിക്ക് ലാഭം കിട്ടണം. ഇതിൽ 3-ൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പഴിച്ചാൽ മതി, കമ്പനി പൊട്ടും. ഞാൻ പറയട്ടെ, കമ്പനിക്ക് ഭയങ്കര ലാഭമാണ്, പക്ഷേ വാങ്ങുന്ന നിങ്ങൾക്ക് വാടക കിട്ടുന്നില്ല. എങ്ങനെ ഉണ്ടാവും? തീരുമാനമായില്ലേ? പിന്നെ വാങ്ങും. പിന്നെ എന്തായി? ഇവിടെ കോട്ടേജിന്റെ പേരിൽ വൻ തട്ടിപ്പോ. എന്തിനു കേൾക്കൂലേ അല്ലെ? അത് കേൾക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കണം. 2, വാങ്ങുന്ന കസ്റ്റമർക്ക് ലാഭമുണ്ട്, വിൽക്കുന്ന കമ്പനിക്ക് ലാഭമുണ്ട്. പക്ഷെ വിൽക്കുന്ന നിങ്ങൾക്ക് ലാഭമില്ലെങ്കിലോ ചെയ്യും? ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കോട്ടേജ് വിറ്റാൽ 3 ലക്ഷം രൂപയാണ് അതിൽ നിന്ന് ഞങ്ങൾ കൊടുക്കുന്ന ബ്രോക്കറേജ്. കാരണം എന്താ? നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഇന്ന് 100 കോടീശ്വരന്മാരെടുത്താൽ അതിൽ 92% കോടീശ്വരന്മാരും ഉണ്ടായത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലൂടെയാണ്. ആ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്കാണ് നിങ്ങൾ വിളിക്കുന്നത്. കയ്യിൽ പണം വേണ്ട, പോകുക പൈസ വേണ്ട, എന്ത് ചെയ്താൽ മതി? വിറ്റാൽ മതി. എന്ത്? നിങ്ങളുടെ ഭൂമിയല്ല ഞങ്ങളുടെ ഭൂമി, അത് നിങ്ങളുടേതാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിൽക്കാം. നിങ്ങൾക്കുള്ള ലാഭം ഞങ്ങൾ എന്ത് തരും? ക്ലിയർ ആയി? ഞാൻ അടുത്ത മാസം വരുള്ളൂ.
ഇക്കാക്ക് എന്ത് ചെയ്യാം? എപ്പോ വേണമെങ്കിലും വരാം. ആ ഗേറ്റുകൾ മലർക്കെ തുറന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾക്ക് എന്ത് പറയും? എന്റെ ഭൂമിയാണെന്ന് പറയാം. റൈറ്റ്? അങ്ങനെ നിങ്ങൾക്കിത് വിൽക്കാം. 3, നിങ്ങൾക്കിത് വിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഭയങ്കര കണക്ഷൻ ആയിരിക്കും, മറ്റൊരു കാര്യം പറഞ്ഞു കൊടുക്കാനുള്ള സ്കിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് മറ്റു കുറച്ച് പഠിപ്പിച്ചു കൊടുക്കാനുള്ള കോച്ചിങ് സ്കിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കുറച്ച് പേരെ വെച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്യാം. നിങ്ങൾ വിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുന്നു? 5-10 വിളിക്കുന്നതാ ഇങ്ങനെ സംഭവം ചെയ്തിട്ട് ഗുണങ്ങളൊക്കെ നിങ്ങൾ പോയി ചെയ്തോ. ഓക്കെ, ലിവറേജിലൂടെ പൈസ ഉണ്ടാക്കാം. അപ്പൊ 3 ഓപ്ഷൻസ് ഉണ്ട്. 1, കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് മിണ്ടാതിരിക്കാം. 2, പണമില്ലെങ്കിൽ ഇത് വിൽക്കാം. 3, വിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിൽപ്പിക്കാം. ഓക്കെ, എന്തെങ്ങനെ അല്ലെ? മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുത്തോണ്ടും നിങ്ങൾക്ക് വിൽപ്പിക്കാൻ പറ്റും. ഏത് വേണം? ഏത് വേണം? എല്ലാ വഴിയും ശ്രമിക്കും. യെസ് അല്ലേ? അതാണ് കറക്റ്റ് ആൻസർ. എല്ലാ വഴിയും. എവിടെ നമ്മുടെ രാധാകൃഷ്ണ മാഷ എവിടെ? യെസ്, ഇത് മിസ്റ്റർ രാധാകൃഷ്ണ വയസ്സ് 82 അല്ലേ? എത്ര വയസ്സ്? സോറി, വയസ്സ് 72. ഇദ്ദേഹം കോട്ടേജ് അല്ല ലാൻഡ് എത്ര വാങ്ങി? 3-5 സെന്റ് ഭൂമിയുടെ മുതലാളിയാണ്. നല്ലൊരു കൈ കൊടുക്കുക. കോട്ടേജ് 6 ലക്ഷം രൂപ കൊടുത്ത് കോട്ടേജിലെ പാർട്ണറായിട്ടുണ്ട്. പക്ഷെ ഇന്ന് എന്തിനോടെ വന്നു? വീണ്ടും പണം ഉണ്ടെങ്കിൽ ആളെ കൊണ്ട് വന്നിരിക്കുക, പഠിപ്പിച്ചു കൊടുക്കാൻ. ഇവിടെ ആളെ ഇരിക്കുന്ന ഊപ്പര് കൊണ്ടുവന്ന എന്താണെന്നറിയോ? ലിവറേജിലൂടെ പണം ഉണ്ടാക്കാൻ. ഊപ്പര് വിട്ടൂല, ഞങ്ങളെ കൊണ്ട് പറയിക്കും. നല്ല പണി. യെസ് അല്ലേ? അപ്പൊ മാഷ് എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റർ ആണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കൊണ്ട് മാഷ് ടീമിൽ എത്ര പേരുണ്ട്? മാഷിന്റെ ടീമിൽ ഇപ്പൊ എത്ര പേരുണ്ട്? 120 പേര്. 120 ആളുകളെ വെച്ച് പണിയെടുപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. വയസ്സ് 72. നല്ലൊരു പേരുണ്ട്. കാരണം അദ്ദേഹത്തിന് പ്രായം വെച്ച് എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും അവിടെ വരും. ആരെങ്കിലും 1-2 പേരെ കൊണ്ട് അവിടെ എത്തും. ലഭ്യമാവട്ടെ അല്ലേ? എന്താണെന്നറിയോ? ഞാൻ പണിയെടുക്കാൻ തയ്യാറല്ല. സത്യം പറഞ്ഞാൽ ഞാനും അതേ എന്താ പറയാ പാറ്റേൺ ആണ്. അതായത് പൈസ പണിയെടുത്തുണ്ടാക്കരുത്. അതായത് പണം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കരുത്. പണം ചെയ്യണം ഈസി ആയിട്ട് കാണും. എന്റെ ഫാദറിനെ പഠിപ്പിച്ചാൽ എന്ത് ചെയ്യണം? പണം വേർത്തുണ്ടാക്കരുത്. എന്ത് ചെയ്യണം? ഈസി ആയിട്ട്. ഞാൻ പറഞ്ഞ തെറ്റല്ല. എക്സാമ്പിൾ പറയട്ടെ. ഇവിടെ പണം കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി ആരെങ്കിലും രക്ഷപ്പെട്ടോ? ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ബെൻസ് കാർ മേടിച്ച ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരാണ് ബെൻസ് കാർ മേടിച്ചിട്ടുള്ള? ഈസി ആയിട്ട് കച്ചവടം ചെയ്യുന്ന സ്വർണ്ണക്കടക്കാർ അല്ലെ? ടെക്സ്റ്റൈൽ ഓണേഴ്സ്. ശരിയാണോ? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ റോഡ് പണി നടക്കുന്നുണ്ട്. എത്രയോ പണിക്കാരാണ് വെയിലുമില്ല മഴയില്ല കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ട്. അവരെന്തെങ്കിലും രക്ഷപ്പെടും. പണത്തിന് ഇഷ്ടം അത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കോട്ട് 19ാമത്തെ വയസ്സിലിട്ടത്. ഇന്ന് വരെ വേർതിട്ട് ഒരുപാട് ചെയ്തു. കാരണം അല്ലെ, അങ്ങനെ വേണം പണം ഉണ്ടാക്കാനായിട്ട്. നിങ്ങളുടെ വിചാരം എന്താ? പണം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിലുള്ള പൈസ 1 ലക്ഷം വിട്. അവർ ഈസി ആയിട്ട് എന്തുകൊണ്ട് തരും? മാസാമാസം പണം കൊണ്ടുതരും. അതല്ലേ വേണ്ടത് അല്ലെ? ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ എന്റെ ചോദ്യം, നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത്? ഇഷ്ടപ്പെട്ടത് ഏതാണെങ്കിലും ശരി, ഞങ്ങളുടെ കൂടെ കൂടാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഈ കോട്ടേജിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു 10 മിനിറ്റ് സമയം തരാം. അപ്പൊ നിങ്ങൾക്ക് ആ 2 അഡ്വാൻസ് പേയ്മെന്റ് ഞാൻ വാങ്ങിച്ചോളാം. അപ്പൊ അതിന് വേണ്ടി തന്നെ ഓരോരുത്തരായിട്ട് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. കാരണം നമ്മൾക്ക് എപ്പോഴും തീരുമാനം എടുക്കാനാണ് അല്ലെ? തീരുമാനം എടുക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. ആ തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കഴിഞ്ഞാലോ പിന്നെ അങ്ങോട്ട് പോകുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ ചെറിയ കഥകൾ പോലെ അവസാനിപ്പിക്കാനോ നാടോടിക്കാർ സിനിമയിൽ മോഹൻലാലിന്റെ പേര് ദാസൻ ശ്രീനിവാസൻ വിജയൻ. ഓക്കെ, അപ്പൊ ഞാന് ഇവിടെ ഇന്ന് പശുവിനെ വളർത്തുന്ന ക്ലാസ്സാണ് അവരെന്ത് ദാസാ
എത്ര സുന്ദരമായ ശബ്ദം എന്ന് പറയും. എപ്പോഴാ പറഞ്ഞ തൊഴുത്തിന്ന് പശു കരയുമ്പോ പറയുന്ന ഡയലോഗിലെ എത്ര സുന്ദരമായ ശബ്ദം. അങ്ങനെ ഇത് ഞാൻ അതേപോലെ ഇപ്പോഴത്തെ ക്ലാസ് ഒരു പശുവിനെ വളർത്തുന്ന ക്ലാസ്സാണ് ചോദിക്കുക. ഓക്കെ, 10 കൊല്ലം മുമ്പാണ്. ഈ 10 കൊല്ലം മുമ്പ് ആരുണ്ട്? ദാസനുണ്ട്, വിജയനുണ്ട്. അങ്ങനെ പശുവിനെ വളർത്തി 10 കൊല്ലം കൊണ്ട് കോടീശ്വരനാവും. ഇതാണ് ടോപ്പിക്. ഓക്കെ, അങ്ങനെ രണ്ടുപേരും ക്ലാസ് കേൾക്കുന്നു, ഇഷ്ടപ്പെടുന്നു. രണ്ടുപേരും പശുവിനെ വളർത്തിക്കൊണ്ട് കോടികൾ സമ്പാദിക്കാനുള്ള തീരുമാനത്തിൽ വീട്ടിലേക്ക് ചെന്നു. അങ്ങനെ വീട്ടിൽ ചെന്നു, രണ്ടുപേരും ഭാര്യമാരോട് കാര്യങ്ങൾ പറയുന്നു, രണ്ടുപേരും സമ്മതിക്കുന്നു. ഇതാണ് കഥയുടെ സ്റ്റാർട്ടിങ്. ഇനി കഥ 10 കൊല്ലത്തിന് ശേഷം കാണിക്കും. 10 വർഷത്തിന് ശേഷം അവിടെ നമ്മുടെ ദാസനായ മോഹൻലാല് ഒരു കോടി വില വരുന്ന ഒരു BMW കാറിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വരികയാണ്. നല്ല സെറ്റപ്പിൽ സ്കൂട്ടൊക്കെ ഇട്ട ആള് വന്ന് റെസ്റ്റോറന്റിൽ ഇരിക്കുന്നു. വെയിറ്റർ വരുന്നു. വെയിറ്റർ ഒന്ന് ചോദിക്കുകയാണ്, സർ എന്താണ് വേണ്ടത്? അപ്പോ ദാസൻ നേരെ വെയിറ്റർ മുഖത്തേക്ക് നോക്കുന്നു. മുഖത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് വിജയന്റെ രൂപത്തിലുള്ള ഒരു മനുഷ്യനെയാണ്. ഓക്കെ, അപ്പൊ ചോദിക്കുകയാണ് ദാസൻ, വിജയനല്ലേ നീ? അതെ. എന്താണ് വിജയൻ, നീ ഇവിടെ ഈ റെസ്റ്റോറന്റിന്റെ ഉടമസ്ഥനാണോ നീ? അല്ലടാ, ഞാൻ ഇവിടുത്തെ വെയിറ്ററാണ്. അല്ലടാ ദാസൻ, നീ എന്താ ഇവിടെ? ഈ കോട്ട് വാടകയാണോടാ? ഈ കോട്ട് വാടകയാണോ? അല്ലടാ, നിന്റെ സ്വന്തമാണോ? എടാ, നീ കാറിന്റെ ഡ്രൈവറാണോ? ഏത് ആ BMW? അല്ലടാ, എന്റെ സ്വന്തമാണ്. എങ്ങനെയാണ് അതൊക്കെ? എടാ, നമ്മളന്ന് രണ്ടുപേരും കൂടെ പശുവിനെ വളർത്താനുള്ള ക്ലാസ് കേട്ടില്ല. എന്നിട്ട് കേട്ടു. അങ്ങനെ ഞാൻ അന്ന് രാത്രി വീട്ടിൽ പോയിട്ട് എന്റെ ഭാര്യയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവള് കണ്ണീരോടെ ആണെങ്കിലും അവള് അവസാനത്തെ ഞാൻ കെട്ടിയ താലിമാൻ ഒരു തൊട്ട് പറഞ്ഞു, ചേട്ടാ എന്തായാലും ശരി, ലാസ്റ്റത്തെ പരീക്ഷ ഇതിപ്പോ കഴുത്തിന്റെ അടുത്ത് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല, ചേട്ടൻ പോയിട്ട് 2 പശുവിനെ മേടിക്കും. അങ്ങനെ ദാസൻ പോയി 2 പശുവിനെ വാങ്ങുന്നു. അങ്ങനെ ആ 2 പശുവിൽ നിന്നും പാല് വെക്കുന്നു. പശു 4ആയി, പശു 8ആയി, 16ആയി. ഇന്ന് കേരളം മൊത്തം ഒരുപാട് യൂണിറ്റ് ഉള്ള ഒരു വലിയ മിൽക്ക് സൊസൈറ്റിയുടെ ഒരു ഓണറായിട്ട് ആര് മാറി? ദാസൻ മാറി. ദാസൻ വിജയനോട് ചോദിക്കുകയാണ്, എടാ എന്താണ് നിനക്ക് പറ്റിയത്? അപ്പൊ വിജയൻ സങ്കടത്തോടെ പറയണടാ, അന്നും നമ്മ രണ്ടുപേരും കേട്ട ക്ലാസ് ഉണ്ടല്ലോ, ഞാനും കേട്ടു അതേപോലെ തന്നെ. അങ്ങനെ വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞപ്പോ ഭാര്യയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. എന്നിട്ട് അവള് നിനക്കറിയാലോ, അവൾക്കും ഒരു താലിമാരുണ്ടായിരുന്നു. അങ്ങനെ അവള് താലിമാല ഊരിയിട്ട് എന്റെ കയ്യിലേക്ക് തരുന്ന ഒരൊറ്റ ചോദ്യം എന്നോട് ചോദിച്ചു, ചേട്ടാ ഈ മാലയും കൂടെ വിറ്റ് പശുവിനെ മേടിച്ച് ആ പശു എങ്ങാനും ചത്തുപോയാലും നമ്മൾ എന്ത് ചെയ്യും ചേട്ടാന്ന് ചോദിച്ചു. ഞാൻ അന്ന് ആ മാല അവൾക്ക് തിരികെ കൊടുത്തു. ഇന്നും അവളുടെ കഴുത്തിൽ മാലയുണ്ട്. ഞാൻ ഇന്നൊരു സപ്ലയർ ആയിട്ട് ഇവിടെ ജീവിക്കും. എന്റെ ചോദ്യം, നിങ്ങൾക്ക് ദാസനാവണോ വിജയനാവണോ? തീരുമാനിക്കുന്നതല്ലേ. നിങ്ങൾക്ക്